ഭാരതാംബ വിഷയത്തിൽ പോരിനുറച്ച് സർക്കാരും രാജ്ഭവനും പ്രതിഷേധം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് കത്ത് നൽകി. എന്നാൽ ഗവർണറുടെ നിലപാടറിയിച്ച് രാജ്ഭവനും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. അതേസമയം ഗവർണറെ പ്രതിഷേധം അറിയിക്കാൻ സർക്കാർ വൈകിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരമാണ് രാജ്ഭവനിലെ ഭാരതാംബ വിഷയത്തിൽ പ്രതിഷേധമറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് കത്തു നൽകിയത്. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രങ്ങളും ബിംബങ്ങളും രാജ്ഭവനിലെ ചടങ്ങിൽ വെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കുന്നത്. ഭരണഘടന അംഗീകരിച്ച ചിത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന സംഘടനകളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കരുത്. ഔദ്യോഗിക പരിപാടികളിൽ ഇതിന് വിരുദ്ധമായ സാഹചര്യം ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു. എന്നാൽ പ്രതിഷേധമറിയിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ കത്ത് വൈകിപ്പോയതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. മെയ് 22 ഈ ആദ്യത്തെ സംഭവം RSS നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി രാജ്ഭവനിൽ പ്രസംഗിപ്പിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് സംസാരിച്ചത്. പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ട് വിഷയമുണ്ടായത്. പോളിംഗിന്റെ അന്നാണ്, നിലമ്പൂർ പോളിംഗിന്റെ അന്നാണ് ശുഭൻകുട്ടി മന്ത്രിയുമായി വിഷയമുണ്ടായത്. അപ്പോഴൊക്കെ മൗനത്തിന്റെ വാത്മീകത്തിലാണ് മുഖ്യമന്ത്രി വിളിച്ചത്. ഇപ്പോഴാണ് പ്രൊട്ടസ്റ്റ് കൊടുക്കുന്നത്. ഔദ്യോഗികമായൊരു പ്രൊട്ടസ്റ്റ് അന്ന് കൊടുക്കണമായിരുന്നു. അതിനിടെ ഗവർണറിനെ വിമർശിച്ച മന്ത്രി ആർ ബിന്ദുവും രംഗത്തെത്തി. കാവിക്കൊടിയേന്തി പട്ടുസാരി ഉടുത്ത ഭാരതാംബയെ അംഗീകരിപ്പിക്കാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സർവകലാശാല മതനിരപേക്ഷതയുടെ വേദിയാണ്. അവിടെ ഒരു സെക്യുലർ അന്തരീക്ഷം നിലനിർത്തി മുന്നോട്ട് പോകേണ്ടത് നമുക്ക് അനിവാര്യമായിട്ടുള്ള ചുമതലയാണ്. അതിന് നേതൃത്വം കൊടുക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ. അതേസമയം രാജ്ഭവന്റെ നിലപാടറിയിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രിക്ക് കത്തു നൽകും. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ നടന്ന ക്രമസമാധാന പ്രശ്നങ്ങളും രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി വി. ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനത്തിലെ അതൃപ്തിയും അറിയിച്ചുകൊണ്ടുള്ള കത്താണ് സർക്കാരിന് കൈമാറാൻ രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.